അങ്ങേയറ്റം തരംതാണ ആധുനിക കേരളീയ സമൂഹത്തിന് യോജിക്കാൻ കഴിയാത്ത നിലയിലാണല്ലോ മന്ത്രി പെരുമാറിയത്. എങ്ങനെയാണ് ഒരാൾക്ക് അങ്ങനെ പെരുമാറാൻ കഴിയുക? ആ എം എൽ എ പെരുമാറിയത് മാത്രമല്ല, മന്ത്രി ഉൾപ്പെടെയുള്ള ആ കാര്യത്തിനകത്ത് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഒരാൾക്ക് അങ്ങനെ പെരുമാറാൻ കഴിയുക? ഈ ചെറിയ കുഞ്ഞുങ്ങളുടെ മുന്നിലേക്ക് സാധാരണ നിലയിൽ ഒരു കുഞ്ഞുങ്ങളെ കണ്ടാൽ നമ്മൾ എങ്ങനെയാണ് ആ കുഞ്ഞുങ്ങളോട് പെരുമാറുക? മനുഷ്യത്വമുള്ള ഒരാളും അങ്ങനെ ചെയ്യുമോ? അപ്പം മുട്ടായി ഇങ്ങനെ കൈകൊണ്ടെടുത്ത് കുഞ്ഞിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അത് കേരളത്തിന് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള എം എൽ എമാർ ഈ കേരളത്തിന് അപമാനമാണ്. ഇപ്പം ബി ജെ പിക്ക് ഇപ്പോൾ കേരളത്തിൽ 3 എം എൽ എമാരാണ് ഉള്ളത്. ബി ജെ പിക്ക് സ്വാധീനമുണ്ടായാൽ കേരളം ഏത് രൂപത്തിലേക്ക് മാറും എന്നതിൻ്റെ ഒരു ചൂണ്ടുപലകയായിട്ട് നമ്മൾ ഇത്തരം പ്രവൃത്തികളെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഈ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഈ കാര്യങ്ങളെ നമ്മൾ തള്ളിക്കളയണം. അതിനെതിരായിട്ട് ശക്തമായി അപലപിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം. അതിനകത്ത് വകുപ്പ് മന്ത്രി എന്ത് പറയുന്നു എന്നറിയാൻ കേരളത്തിന് താല്പര്യമുണ്ട്. ഒരക്ഷരം പറയുന്നില്ല. മാത്രമല്ല, UDF-ൻ്റെ മന്ത്രിമാർ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന വിവേചനത്തിനെതിരായിട്ട് നയപ്രഖ്യാപനത്തിൽ ഒരക്ഷരം എഴുതി വെച്ചിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് വിവേചനം കാണിക്കുന്നില്ല എന്ന് ഇവർക്കാർക്കും അഭിപ്രായമുണ്ടോ? എത്രയോ കോടി രൂപ കേരളത്തിന് തടഞ്ഞു വെച്ച അനുഭവമുണ്ടായി. കേരളത്തിന് മാത്രമല്ല, BJP ഇതരമായി ഭരണം നിലനിൽക്കുന്ന ഇടങ്ങളിലെല്ലാം കേന്ദ്രം ഭരണഘടനാ ലംഘനം, ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഈ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം അതല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ച് വിവേചനപരമായി പെരുമാറുന്ന സർക്കാരിനെതിരായിട്ട്, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് നയപ്രഖ്യാപനത്തിൽ കമ എന്നൊരക്ഷരം എഴുതി വെക്കാനുള്ള ധൈര്യം കാണിക്കാത്തവർ, അത് കേരളം ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം UDF ശക്തമായ അഭിപ്രായം പറയുന്നില്ല. ഇപ്പോൾ വന്ദേ മാതരം 2 വരിയെ ഇപ്പോൾ സഭക്കകത്ത് ആലപിച്ചിട്ടുള്ളൂ. എന്നാൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണറുടെ താല്പര്യപ്രകാരം, RSSൻ്റെ താല്പര്യപ്രകാരം പൂർണ്ണമായിട്ടും ആ ഗാനം ആലപിച്ചല്ലോ. അവിടെയൊന്നും ഒരക്ഷരം ഇവർ മിണ്ടിയിട്ടില്ല. സഭയിൽ ഇത് നടക്കില്ല. സഭയിൽ കരുത്തരായ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളുണ്ട്. ശക്തമായ എതിർപ്പ് അവിടെ വരും. അതുകൊണ്ട് ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സഭയിൽ കഴിഞ്ഞു. ഇടതുപക്ഷം ഉള്ളതുകൊണ്ടാണ് അവിടെ പൂർണ്ണമായും അത് ആലപിക്കാതെ എന്നത്. അതുകൊണ്ട് RSSൻ്റെ ഇത്തരം കാര്യങ്ങളോടെല്ലാം ശക്തമായ വിയോജിപ്പും അഭിപ്രായവും രേഖപ്പെടുത്താത്ത കോൺഗ്രസിനെ ഈ കാര്യത്തിൽ നിങ്ങൾ തിരിച്ചറിയണം എന്നുകൂടിയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്.